ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സദൃശ്യവാക്യം 28-ാം അധ്യായം 13-ാം വാക്യം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ സദൃശ്യവാക്യങ്ങളിലൂടെ നമ്മുടെ കർത്താവ് നമ്മോട് പറയുകയാണ്, തൻ്റെ ലംഘനങ്ങളെയെല്ലാം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. എന്നാൽ അതൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണോ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമെന്ന്, കരുണ ലഭിക്കുമെന്ന്. നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അനുതാപം വരുന്നില്ല. നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു റഫ്നെസ്, ഒരു പരിപരിപ്പ്, എന്താണ് അതിനൊരു പരിഹാരമെന്ന് പലപ്പോഴും പാവബോധം ലഭിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പാപബോധം ലഭിച്ചായിരുന്നെങ്കിൽ എനിക്കത് ഏറ്റു പറയാമായിരുന്നു, അത് ഉപേക്ഷിക്കായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്താണ് പാവം, അല്ലെങ്കിൽ എന്താണ് കുറവ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് പറ്റിയ തെറ്റ്, പാവപ്പിഴകൾ എന്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. പലപ്പോഴും നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളങ്ങളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും റഫ്നെസ്സും പരുവരിപ്പും വല്ലാത്തൊരു അസ്വസ്ഥത. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമുക്ക് പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പാപബോധം ലഭിക്കുക എന്നുള്ളതാണ്. പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പാപബോധത്തിനായി ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്നു. പാപബോധം ലഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റുകൾ ഏറ്റുപറയാനും അത് ഉപേക്ഷിക്കാനും കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൻ്റെ വേറൊരു ഭാഗത്ത് പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയാൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയാൻ ഭാഗ്യവാൻ. നാം തെറ്റ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നാം അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ താഴ്ന്നിറങ്ങി വരുന്നു. എന്താണ് കൃപ? അർഹതയില്ലാത്ത ദൈവത്തിൻ്റെ ദാനമാണ് കൃപ. അർഹതയില്ലാത്ത ദൈവത്തിൻ്റെ മഹത്തായ ദാനം, അതാണ് നമുക്ക് ലഭിക്കുന്ന പാവബോധം. നാം ആ പാവബോധം ലഭിച്ച് ദൈവസന്നിധി നാം ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലംഘനങ്ങളെല്ലാം ക്ഷമിച്ചു കിട്ടുന്നു. അതുമാത്രമല്ല, പാവം മറച്ചു കിട്ടുന്നു. നമ്മുടെ പ്രകൃതത്തിലുള്ള പാവമെല്ലാം മറച്ചു കിട്ടുന്നു. നമ്മുടെ ആളത്വത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ അപ്പോഴും പാവം മറഞ്ഞു കിടക്കുന്നുണ്ട്. ആ പാവം മറഞ്ഞ് കിട്ടുന്നു. എന്നാൽ ഒരവസരം വരുമ്പോൾ അത് തന്നെ പൊങ്ങി വരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ പാവബോധം ലഭിക്കുന്നതോടൊപ്പം പാവത്തിന്മേൽ ജയം നൽകുവാൻ എന്നൊന്നും പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധാത്മാവിനായി നാം കാത്തിരിക്കാം. ആ പരിശുദ്ധാത്മാവിനായി വാഞ്ചിക്കാം. ദൈവം നമ്മെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കാൻ തക്കവണ്ണം അവൻ്റെ കരം മതിയായതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ആരെല്ലാം തന്നോട് അപേക്ഷിക്കുന്നു, യാചിക്കുന്നു, ചോദിക്കുന്നു എന്നെല്ലാം നോക്കി ദൈവം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധി താഴ്ത്തി കൊടുക്കാം. ദൈവം നമ്മെ എല്ലാ അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അതിമഹത്വമായ നാം മാത്രം മഹത്വപ്പെടുമാറാട്ടെ.